പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. മലയാളത്തിലെ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നായ മോഹൻലാലിന്റെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം പാർട്ട് വരുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ചിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു 2ാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ദൃശ്യത്തിന് ഒരു 3ാം ഭാഗം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായെന്നും 2025 അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം ഒരേ സമയം ഹിന്ദിയിലും ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ഏപ്രിൽ ആകും 3ാം ഭാഗത്തിന്റെ വർക്കുകൾ ആരംഭിക്കുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ദൃശ്യം 3ാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് തന്റെ കയ്യിലുണ്ടെന്നും എന്നാൽ കൃത്യമായ രീതിയിൽ ഒരു കഥ ഒത്തുവന്നാൽ മാത്രമേ 3ാം ഭാഗത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ജിത്തു ജോസഫ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. മോഹൻലാലിന്റെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്, സിദ്ദിഖ്, എസ്ത്രനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം 2ാം ഭാഗം പുറത്തിറങ്ങുന്നത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ആദ്യ ഭാഗം പോലെ തന്നെ മികച്ച പ്രതികരണമായിരുന്നു ദൃശ്യം 2നും ലഭിച്ചത്. 2ാം ഭാഗവും തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. കൊറിയൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ ചിത്രം കൂടിയാണ് ദൃശ്യം. ഇന്ത്യൻ നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസും കൊറിയൻ നിർമ്മാണ കമ്പനിയായ ആന്തോളജി സ്റ്റുഡിയോസും ചേർന്നാണ് ദൃശ്യം കൊറിയൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചായിരുന്നു കൊറിയൻ റീമേക്കിന്റെ പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയത്. അടുത്തിടെയായിരുന്നു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളിലേക്ക് ജിത്തു ജോസഫ് കടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത്. ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ജിത്തു ജോസഫ്. ഒരു അഭിമുഖത്തിലായിരുന്നു ദൃശ്യം 3യുടെ വർക്കുകളിലേക്ക് താൻ കടന്നു എന്ന വിവരങ്ങൾ പറയുന്നത്. അപ്പോൾ തന്നെ വലിയ വാർത്തകൾ വന്നിരുന്നു. സ്ക്രിപ്റ്റ് വർക്കുകളിലേക്ക് ജിത്തു ജോസഫ് കടന്നു എന്നത്. തന്റെ കയ്യിൽ ക്ലൈമാക്സ് ഉണ്ട്, പക്ഷേ ആ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു ത്രെഡ് കിട്ടിയാൽ മാത്രമേ താൻ വർക്ക് ചെയ്യൂ, താൻ ആ സിനിമയിലേക്ക് കടക്കൂ എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവരെല്ലാം ഉറപ്പിച്ചു ആ ത്രെഡ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു എന്നത്. ഇനി അത് സ്ക്രിപ്റ്റിംഗ് ചെയ്യുക മാത്രം മതി എന്നത് അവർ വലിയ രീതിയിൽ വാർത്തകളാക്കി മാറ്റിയിരുന്നു. അപ്പോഴാണ് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നത്. ദൃശ്യം 3ക്ക് വേണ്ടിയുള്ള ഗംഭീര ഒരുക്കം ജിത്തു ജോസഫ് നടത്തുകയാണ്. ഇതോടുകൂടി ദൃശ്യം സീരീസ് തീരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 3ാം ഭാഗമാണ് ഇതിന്റെ അവസാനമെന്ന രീതിയിൽ ജിത്തു ജോസഫ് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സീരീസിന്റെ മികച്ചൊരു എൻഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും. ദൃശ്യം 1 കഴിഞ്ഞപ്പോൾ 2 വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 2 വന്നു. 1ന്റെ മുകളിൽ നിൽക്കുന്ന ഒരു 2ാം ഭാഗം. ഇനി 3ാം ഭാഗം എങ്ങനെയായിരിക്കും? ജിത്തു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചിങ് തന്നെയാണ്. പക്ഷേ ജിത്തു ജോസഫ് മികച്ച രീതിയിൽ തന്നെ ഒരുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. ഈ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു.